ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ യാത്ര ലാൻസെൻഡിലേക്കാണ്. ലാൻസെൻ, അതെ, UK-യുടെ ഒരെൻഡ്. പ്രകൃതി വളരെ മനോഹരമായി അണിയിച്ചൊരുക്കിയ UK-യുടെ സുപ്രധാന ഭാഗമായ കോൺവാൾ, അവിടെയാണ് ലാൻസെൻ സ്ഥിതി ചെയ്യുന്നത്. ഏതാണ്ട് 300 വർഷത്തിലേറെയായി ടൂറിസ്റ്റുകൾ വിസിറ്റ് ചെയ്യുന്ന UK-യിലെ ഒരിടമാണ് ലാൻസെൻ. ലണ്ടനിൽ നിന്നും ഏകദേശം 6 മണിക്കൂറോളം യാത്ര ചെയ്താലാണ് നമുക്ക് ലാൻസെനിൽ എത്താൻ കഴിയുന്നത്. എന്നാൽ എനിക്ക് ഇവിടെ പോകാൻ വളരെ അടുത്താണ്. ഏകദേശം 2 മണിക്കൂറും ഒരു 30 മിനിറ്റും ഒക്കെ മതിയാകും. പക്ഷെ ഞാൻ ആദ്യമായാണ് ഇവിടം വിസിറ്റ് ചെയ്യുന്നത്. ഈ യാത്രയിൽ ഞാനും എൻ്റെ വളരെ അടുത്ത 2 ഫ്രണ്ട്സും അവരുടെ ഫാമിലിയും ഒക്കെയുണ്ട്. ഞങ്ങള് 3 ഫാമിലിയും ചേർന്നുള്ള കോൺവാൾ ട്രിപ്പിന്റെ ആദ്യ ദിവസമാണ് ഇന്ന്. വളരെ മനോഹരമായ പാതയിലൂടെയാണ് ഞങ്ങൾ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സമയം 9:10. ഏകദേശം യാത്ര തുടങ്ങിയിട്ട് 1 മണിക്കൂറായി. അപ്പോൾ ഞങ്ങളൊരു ചെറിയ ബ്രേക്കിന് വേണ്ടി നിർത്തിയ സ്ഥലമാണിത്. വളരെ മനോഹരമായി ചെയറുകളൊക്കെ ഒരുക്കിയിട്ടിരിക്കുന്ന വലിയൊരു ഗ്രൗണ്ട് കാണാം. അങ്ങനെ ഞാനവിടെ വീഡിയോ പറഞ്ഞിടയിൽ കണ്ടതാണ് ഈ വാൻ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇതുപോലെ ഒരെണ്ണം ഭാവിയിൽ വാങ്ങണം. അധികം സമയം കളയാതെ ഞങ്ങൾ വീണ്ടും യാത്ര ആരംഭിച്ചു. പോകുന്ന വഴികളിലൊക്കെ നമുക്ക് കാറ്റാടികൾ കാണാം. അതുപോലെ തന്നെ സോളാർ പാനലുകളുടെ വലിയ പാടശേഖരങ്ങൾ കാണാം. ഞങ്ങൾ അധികം താമസിക്കാതെ ലാൻസെനിലെത്തി. ലാൻസെനിൽ നിന്ന് ഭയങ്കര തിരക്കാണ്. ഞങ്ങൾ ലാൻസെനിന്റെ കവാടമൊക്കെ കടന്ന് പതിയെ ഉള്ളിലേക്ക് കയറി. എൻ്റെ മുന്നേ പോയ ജോസൻ ഞങ്ങളെ വിളിച്ചിട്ട് ഒരു കാഴ്ച കാണാൻ വിളിക്കുന്നുണ്ട്. ഞങ്ങൾ ഓടി അടുത്തെത്തി. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമാണ് ഇത്രയും വലിപ്പമുള്ളൊരു ഡോഗിനെ കാണുന്നത്. വളരെ വലിപ്പം കൂടിയ ഒരു ഡോഗ്. ഏതാണ്ട് ഒരു സിംഹത്തിനെ പോലെ തോന്നിക്കുന്ന, അതുപോലെ ജടയൊക്കെ വളർന്ന് നല്ല കാഴ്ചയിൽ ഭംഗി തോന്നിക്കുന്ന ഒരു ഡോഗ്. ഒരുപാട് ആൾക്കാർ ആ ഡോഗിനോട് ചുറ്റും കൂടി നിന്നിട്ട് അതിൻ്റെ ഓണറിനോട് ചോദിക്കുന്നുണ്ട്, ഇത് ഏത് ബ്രീഡാണ്, അല്ലെങ്കിൽ ഏത് ഫുഡാണ് നിങ്ങൾ അതിന് കൊടുക്കുന്നത്. അങ്ങനെയുള്ള അന്വേഷണങ്ങളൊക്കെ നടത്തിക്കൊണ്ട് അവിടെ ഒരു കൂട്ടം ആൾക്കാർ. അങ്ങനെ ഞങ്ങൾ അധികം സമയം കളയാതെ മുന്നോട്ട് നീങ്ങി. വളരെ പഴക്കം ചെന്ന ബിൽഡിംഗാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതെല്ലാം വളരെ ഭംഗിയോടെ തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നു. അതിന് വലിയ കേടുപാടുകളൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തു പോയിരിക്കുന്നു. നമ്മുടെ വലത്ത് സൈഡിൽ കാണുന്ന ഫോൺ ബൂത്തുകളൊക്കെ നിലച്ചിട്ട് വർഷങ്ങളായിരിക്കുന്നു. മൊബൈലിൻ്റെ കടന്നുവരവാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഒരുപാട് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറുകൾ അവിടെ ഉണ്ട്. ഡോനറ്റ് കൗണ്ടറാണ് നമ്മുടെ മുന്നിൽ കാണുന്നത്. അതുപോലെ പിള്ളേരെ അട്രാക്റ്റ് ചെയ്യാനുള്ള മറ്റ് സംഭവങ്ങളൊക്കെ നമ്മുടെ ചുറ്റുമുണ്ട്. രാവിലെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിൻ്റെ തിരക്കിലാണ്. അവിടെയുള്ള ഭക്ഷണശാലകളുടെ ഒക്കെ മുന്നിൽ ടേബിളും ചെയറും എല്ലാം നിരത്തിയിട്ടിരിക്കുന്നു. കാണാൻ വളരെ വൃത്തിയുള്ള സ്ഥലം. നമ്മളെ അട്രാക്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ പിള്ളേരെയൊക്കെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് കാർട്ടൂൺ ക്യാരക്ടേഴ്സ് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കാം. ഞാനിവിടെ വന്നപ്പോൾ ശ്രദ്ധിച്ച മറ്റൊരു കാര്യമാണ്, ഇവിടെ വരുന്നതിലൊരു 70% ആൾക്കാരും പ്രായം കൂടിയവരാണ്. ഇപ്പോൾ നമ്മൾ കണ്ട ഈ ലാൻസെൻ എന്ന് പറയുന്ന ഒരു ഫോട്ടോ എടുക്കാനുള്ള ഒരു ഫ്രെയിം, അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുക്കാനുള്ള ഒരു സ്ഥലം. നമുക്ക് അവിടെ നിന്ന് ഫോട്ടോ എടുക്കാം. ഞങ്ങളും പകർത്തി അവിടെ നിന്ന് ഒരു ഫോട്ടോ. ഒരുപാട് ഇന്ത്യക്കാരെ ഇന്നത്തെ യാത്രയിൽ ഞങ്ങൾ കണ്ടു. എല്ലാവരും വേനൽക്കാലം ആഘോഷിക്കാൻ എത്തിയതാണെന്ന് തോന്നുന്നു. വളരെ ശാന്തസുന്ദരമായ ഒരു സ്ഥലം. നിങ്ങൾ UK-യിലുള്ളവരാണെങ്കിൽ മസ്റ്റായി വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ സ്ഥലത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. അതായത് നൂറ്റാണ്ടുകൾ മുതൽ ജനവാസ കേന്ദ്രമുള്ള ഒരു സ്ഥലം. കോൺവാളിൻ്റെ ചരിത്രത്തിൽ തന്നെ എഴുതപ്പെട്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് ഇത്. പോളിലിത്തിക് അല്ലെങ്കിൽ മീസോലിത്തിക് കാലഘട്ടം, അതായത് ബ്രോൺസ് ഏജിന് മുമ്പുള്ള കാലഘട്ടം. അന്ന് മുതൽ ജനവാസ കേന്ദ്രമുള്ള ഒരു സ്ഥലമാണ് കോൺവാൾ, അല്ലെങ്കിൽ കോൺവാളിനോട് ചേർന്ന് കിടക്കുന്ന ഈ ലാൻസെൻ എന്നറിയപ്പെടുന്ന സ്ഥലങ്ങളെല്ലാം. പിന്നെ കോൺവാൾ ഉൾപ്പെടുന്ന സൗത്ത് വെസ്റ്റ് UK-യുടെ മറ്റൊരു പ്രത്യേകതയാണ്, ഇവിടെ പൊതുവെ ചൂട് കൂടുതലാണ് UK-യിലെ മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച്. അതുകൊണ്ട് തന്നെ ഇവിടെ താമസിക്കാൻ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമാണ്. ഒരുപാട് മലയാളികളെ, ഇവിടെ സെറ്റിലായ മലയാളികളെ നമുക്കിവിടെ കാണാൻ കഴിയും. അതുപോലെ മറ്റ് രാജ്യക്കാരെ നമുക്കിവിടെ കാണാൻ കഴിയും. അതുപോലെ വളരെ മനോഹരമായ ബീച്ചുകൾ. മാത്രമല്ല വളരെ മനോഹരമായ ഭൂപ്രകൃതിയാണ് ഈ ഒരു ഭാഗത്തിന്. നമ്മളൊക്കെ
UK-യിലുള്ളവർ വന്ന് കാണേണ്ട അല്ലെങ്കിൽ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം എന്ന് തന്നെ വേണം പറയാൻ. ഞങ്ങൾ പതിയെ മുന്നോട്ട് നടന്ന് നീങ്ങി. ചുറ്റും ഉള്ള ബിൽഡിങ്ങുകളൊക്കെ കാണുമ്പോൾ നാടിൻ്റെ ചില ഓർമ്മകൾ, കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ നാട്ടിലെ മതിൽക്കെട്ടുകളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പണി ആ രീതിയിൽ തന്നെ കെട്ടിയിരിക്കുന്നു. അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് നാടിൻ്റെ ചില ഓർമ്മകൾ കയറി വന്നു. എങ്കിലും പതിയെ മുന്നോട്ട് നടക്കുന്നു. ഞങ്ങളെല്ലാവരും ഭയങ്കര ആകാംക്ഷയോടെ കാത്തിരുന്ന ആ സ്ഥലം ഞങ്ങളുടെ മുന്നിൽ ഞങ്ങൾക്കിപ്പോൾ കാണാം. അതെ, ഈ UK-യുടെ എൻഡ്, ആ കടലോരം, ആ കടൽ തീരം ഞങ്ങളുടെ മുന്നിലാണ്. ഞങ്ങളെല്ലാവരും എത്രയും വേഗം ആ കാഴ്ച കാണാനുള്ള തിടുക്കത്തിലായി മുന്നോട്ട് നടക്കുന്നു. ഒരുപാട് ആൾക്കാർ അവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. അതുപോലെ താഴെ ഒരു സൈൻ ബോർഡുണ്ട്. നമുക്കവിടെ പേര് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പേര് എഴുതിയ സൈൻ ബോർഡൊക്കെ വെച്ച് നമുക്ക് ഫോട്ടോ എടുക്കാം. അതിനുള്ള ക്യൂ ആണ് കാണുന്നത്. ഞങ്ങളവിടെ പോയി കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് അരമണിക്കൂറിന് മേലെങ്കിലും ഞങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും ഫോട്ടോ എടുക്കണമെങ്കിൽ. അത്രയും തിരക്കാണ്. അപ്പം അത്രയും സമയം നമ്മുടെ കയ്യിലില്ല. അവിടെ നിന്ന് അതിൻ്റെ ഒരു ഫോട്ടോ എടുക്കാനുള്ള സമയം ഞങ്ങളുടെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോകളൊക്കെ എടുത്ത് നമുക്ക് തിരിക്കാം എന്നുള്ളൊരു തീരുമാനത്തിലാണ്. അതിനിടയിൽ ഞാനിങ്ങനെ വീഡിയോ പകർത്തിക്കൊണ്ടിരിക്കുന്നു. നമുക്കിപ്പോൾ കാണാൻ കഴിയും, അതായത് കാർമേഘങ്ങളൊക്കെ ഇരുണ്ട് മൂടി വരുന്നു, കാലാവസ്ഥ മാറുന്നു, തണുത്ത കാറ്റ് വീശി തുടങ്ങി. എങ്കിലും ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുക്കണം, എടുത്തിട്ടേ പോകൂ എന്നുള്ള വാശിയിലാണ് ഞാൻ. അങ്ങനെ ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ കുറച്ച് വീഡിയോകളൊക്കെ എടുത്തു. എന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ ഇവിടെ നിന്ന് പകർത്തി. UK-യുടെ എൻഡ് ഇവിടെ നിന്നാവട്ടെ ഈ വർഷത്തെ യാത്രകളുടെ തുടക്കം. എല്ലാവരും ആ ഒരു കാര്യവും പറഞ്ഞ് ഞങ്ങൾ വീഡിയോകളും ഫോട്ടോകളും ഒക്കെ എടുത്ത് പതിയെ മുന്നോട്ട് നടക്കാനുള്ള ശ്രമത്തിലാണ്. ആ കാണുന്നതാണ് UK-യിലെ ലാസ്റ്റ് റീഫ്രഷ്മെൻറ്റ് ഹൗസ്. അതിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ മുന്നോട്ട് നടക്കണം. നിങ്ങളും യാത്രകൾ ഇഷ്ടപ്പെടുന്നതും അല്ലെങ്കിൽ കാഴ്ചകൾ കാണാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ മസ്റ്റായി വിസിറ്റ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞങ്ങൾ പതിയെ അവിടുന്ന് മുന്നോട്ട് നടന്നു നീങ്ങുന്നു. അതിനിടയിൽ ഞാൻ പറഞ്ഞ സൈൻ ബോർഡ് നമുക്കിപ്പോൾ മുകളിൽ കാണാം. അവിടെ നിന്നാണ് ആൾക്കാർ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നത്. വീണ്ടും മുന്നോട്ട് നടക്കുമ്പോൾ നമുക്ക് മറ്റൊരു കാഴ്ച കാണാം. നമ്മുടെ സ്വന്തം സഹോദരി സഹോദരങ്ങളായ ഇന്ത്യക്കാർ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നു. അവർ ഭയങ്കര സന്തോഷത്തിലാണ്. അവർ ഭയങ്കര സന്തോഷത്തോടെ ഫോട്ടോ എടുക്കുന്ന രംഗങ്ങൾ എനിക്ക് പകർത്താൻ കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീണ്ടും പതിയെ മുന്നോട്ട് നടന്നു നീങ്ങി. കൂടെ ഭാര്യയുണ്ട്, കുട്ടികളുണ്ട്. അതുപോലെ എൻ്റെ സുഹൃത്തായ അദ്വൈതും ഹരിപ്രിയയും ആൻസിയും കൊച്ചും. ആൻസിയുടെ ഹസ്ബൻഡ് ജോസ്വിൻ മുന്നോട്ട് നടന്നു നീങ്ങി ഓൾറെഡി. ഈ പണ്ടൊക്കെ ആരോ പറഞ്ഞു കേട്ടിട്ടില്ലേ, പട പേടിച്ച് പന്തളത്തി എന്നപ്പോൾ പന്തവും കൊളുത്തിപ്പെടാന്ന് എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അവിടെയൊക്കെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവും. ഇതാ കിടക്കുന്ന മഴ തോളി തുടങ്ങിയിരിക്കുന്നു. ഇവിടെന്നല്ലേ ഉദ്ദേശിച്ചത്, മഴ പെയ്യാൻ പോകുന്നു. ഇവിടെ എത്തിയപ്പോൾ മഴ തോളി തുടങ്ങി. അപ്പം ഞാൻ അവരെ എല്ലാം പറഞ്ഞു വിട്ടിട്ട് ഞാൻ പതിയെ മുന്നോട്ട് നടന്നു നീങ്ങി. എനിക്കെന്തായാലും വീഡിയോ എടുക്കണം, വീഡിയോ എടുത്തിട്ട് ഞാൻ വരുവുള്ളൂ, നിങ്ങൾ പൊക്കോ. അവർ പതിയെ നടന്നു നീങ്ങി. എന്നാൽ കാര്യമായ മഴയൊന്നുമില്ല, ചെറുതായിട്ട് പൊടിയുന്നതേ ഉള്ളൂ. പക്ഷേ പിള്ളേർ കൂടെ ഉള്ളപ്പം അവരെ മഴ നനയ്ക്കണ്ട എന്ന് ഞങ്ങൾ വിചാരിച്ചു. അവരെ പറഞ്ഞു വിട്ടു. ഞാൻ പതിയെ മുന്നോട്ട് നടന്നു നീങ്ങിയപ്പം മുന്നേ പോയ ജോസിനും കൊച്ചിനും തിരിച്ചു വരുന്നു. അവരും മഴ കണ്ടപ്പം തിരിച്ചു പോരുന്നതാണ്. അവരോടും ഞാൻ പറഞ്ഞു, ഇപ്പോൾ വന്നേക്കാം, ഞാൻ കുറച്ച് വീഡിയോ എടുത്തിട്ട് ഓടി വരാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ മുന്നോട്ട് നടന്നു. ലാൻസെൻറ്റിൻ്റെ അവസാനത്തെ ഹൗസ് അല്ലെങ്കിൽ റീഫ്രഷ്മെൻറ്റ് ഹൗസ് എന്നൊക്കെ പറയുന്ന ആ ബിൽഡിങ്, അത് ഷൂട്ട് ചെയ്യണം, അത് ഷൂട്ട് ചെയ്തിട്ട് വരാം എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അങ്ങോട്ട് ഞാനും പോകുന്നില്ല. അവിടുന്ന് നേരെ മുകളിലോട്ട് കയറി ക്രോസ് ചെയ്ത് അപ്പുറത്തെ സൈഡിൽ കൂടെ തിരിച്ച് പോകാം എന്നാണ് എൻ്റെ പ്ലാൻ. അങ്ങനെ മുന്നോട്ട് കയറിയപ്പം മഴയുടെ ശക്തി കൂടി വരുന്നതായി എനിക്ക് തോന്നി. എല്ലാവരുടെയും നടത്തത്തിൻ്റെ സ്പീഡ് കൂടിക്കൊണ്ടിരിക്കുന്നു. അതെ, മഴ പെയ്യാൻ പോകുന്നു. എനിവേ, അതിനു മുമ്പ് കുറച്ച് ഫോട്ടോ നമുക്കെടുക്കാം, അല്ലെങ്കിൽ കുറച്ച് വീഡിയോ എടുക്കാം എന്നൊക്കെ ഞാൻ വിചാരിച്ച് ഞാൻ കുറച്ച് വീഡിയോകളൊക്കെ പകർത്തുന്നു. മഴ പൊടിയുന്നുണ്ട്.
അതിനിടയിൽ നല്ല കാറ്റ് വീശുന്നു. എങ്കിലും ഞാൻ കുറച്ച് വീഡിയോകളൊക്കെ പകർത്തി മുന്നോട്ട് പോകാനുള്ള ശ്രമത്തിലാണ്. അവിടെ കണ്ട കുറച്ച് പൂക്കളാണിത്. എന്തോ കാട്ടുപൂക്കളാണെന്ന് തോന്നുന്നു. നല്ല രസമുണ്ട് കാണാൻ. നമ്മൾ ക്യാമറയിൽ കാണുന്ന അല്ലെങ്കിൽ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, നേരിട്ട് കാണുമ്പോൾ ഭയങ്കര ഭംഗിയാണ്. അതൊരുപാടുണ്ട് അവിടെ. അത് ഞാൻ അധികം പകർത്താനൊന്നും നിന്നില്ല. നമ്മുടെ സമയപരിമിതി അതാണ് നമ്മുടെ പ്രശ്നം. എങ്കിലും വളരെ മനോഹരമായി അവരുടെ പ്രകൃതിയെ അവർ പരിപാലിച്ചു പോകുന്നു. അത് UK മറ്റൊരു പ്രത്യേകതയാണ്. അവരുടെ ലാൻഡ്സ്കേപ്പിംഗ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ പോലെയൊന്നുമല്ല. അവരവരുടെ ഭൂമി അത് അതിൻ്റേതായ ആ തനതായ രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ അവർ എപ്പോഴും ശ്രമിക്കാറുണ്ട്. നമ്മുടെ നാട്ടിൽ അങ്ങനെ ശ്രമിക്കാറില്ല എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകതയാണത്. എപ്പോഴും അവരുടെ ലാൻഡ് അല്ലെങ്കിൽ അവരുടെ പ്രകൃതിക്ക് അവർ പ്രയോറിറ്റി കൊടുക്കാറുണ്ട്. വളരെ മനോഹരമായി, അതായത് വൃത്തിയോടുകൂടിയാണ് അവരുടെ പ്രകൃതിയെ അവർ സംരക്ഷിച്ചു പോരുന്നത്. അവരുടെ റോഡ് പണികളാണെങ്കിലും എന്ത് പണികളാണെങ്കിലും ഫ്യൂച്ചറിലേക്ക് അവർക്ക് വേറൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ അല്ലെങ്കിൽ വീണ്ടും പൊളിച്ചു മാറ്റി പണിയാനോ അങ്ങനെയുള്ളൊരു പ്ലാനൊന്നും അവരുടെ ഇല്ല. ഓൾറെഡി ഒരു പ്ലാൻ അവർക്കുണ്ടാകും. അതൊരു അടുത്ത 50 വർഷത്തേക്കോ അല്ലെങ്കിൽ അടുത്ത 100 വർഷത്തേക്കോ ഇങ്ങനെ തന്നെ ആയിരിക്കണം എന്നായിരിക്കും അവരുടെ ആ പ്ലാനിൽ ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ മഴ തുള്ളി, അതിൻ്റെയും കുറച്ച് വിഷ്വൽസ് ഞാൻ എടുത്തു. മഴ തുള്ളുമ്പോഴും കാണാൻ നല്ല ഭംഗിയാണ് ലാൻഡ്സെൻഡ്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ലാൻഡ്സെൻഡിലെ ഈ കാഴ്ചകളൊക്കെ പകർത്തി ഞാനും വേഗം തിരിച്ച് പോകാനുള്ള തിടുക്കത്തിലാണ്. നല്ലതായി എൻ്റെ മുന്നേ വന്ന എല്ലാവരുടെയും സ്പീഡിന് ശകലം സ്പീഡ് കൂടുന്നുണ്ടോ എന്നൊരു സംശയം. കാരണം മറ്റൊന്നുമല്ല, മഴ തന്നെയാണ്. UK ഈ വർഷം വേനൽക്കാലം ആരംഭിച്ചെങ്കിലും മഴ കൂടുതലുണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്നാണ് നമ്മുടെ കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം മഴ കൂടുതലായിരിക്കും. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന വേനൽ നമ്മൾ ആഘോഷിക്കുക. പറ്റുമെങ്കിൽ എല്ലാവരും യാത്രയൊക്കെ പോവുക, ഒന്ന് റീഫ്രഷ് ആകുക. എല്ലാ ദിവസവും ജോലിയും അതിൻ്റെ ഭാരങ്ങളിൽ നിന്നൊക്കെയുള്ള ഒരു മോചനം. പിള്ളേരെയും കൊണ്ടൊക്കെ ഒന്ന് പുറത്ത് പോവുക, ഒന്ന് സന്തോഷത്തോടെ ഒരു യാത്രയൊക്കെ ചെയ്ത് വരുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു സുഖം അത് വേറെയാണ്. അങ്ങനെ യാത്ര ചെയ്യാൻ താല്പര്യമുള്ളവർ കോൺവാൾ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യുക. കോൺവാളിൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്, വാട്ടർ ആക്ടിവിറ്റീസൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മുടെ മറ്റ് ബീച്ചുകളെ കുറിച്ച് നോക്കുമ്പോൾ വളരെ ഭംഗിയുള്ള നീല കളറിൽ വാട്ടർ, അല്ലെങ്കിൽ ഭയങ്കര ക്ലിയർ വാട്ടറൊക്കെ കാണാം. അടുത്ത ദിവസങ്ങളിൽ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇടുന്നതാണ്. അപ്പോൾ നിങ്ങളാരും ഈ കോൺവാൾ മിസ് ചെയ്യരുത്. പറ്റുമെങ്കിൽ ഈ വർഷം ഈ വേനൽക്കാലത്ത് നിങ്ങളുടെ കോൺവാൾ ട്രിപ്പ് നിങ്ങൾ ബുക്ക് ചെയ്യുക, വന്ന് കാണുക എന്നൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. എനിവേ, ഞാൻ കോൺവാളിനോട് വിട പറയാൻ കോൺവാൾ പോട്ടെ, നമ്മുടെ ലാൻഡ്സെൻഡിനോട് വിട പറയാനുള്ള സമയമായിരിക്കുന്നു. ഇനിയും അധികം നേരം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല. എൻ്റെ കൂടെ വന്നവർക്കൊക്കെ മടുത്തു തുടങ്ങി കാണും. കാരണം ഞാൻ അവരെ വിട്ടിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ ഒരുപാട് സമയം കളയുന്നത് അത് അവർക്കും ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് ഞാൻ തിരിച്ച് അവരുടെ അടുത്തേക്ക് എത്തി. അപ്പം ഞങ്ങളുടെ ഇപ്പോഴത്തെ ഒരു പ്ലാൻ അനുസരിച്ച് ഇനി നേരെ ഞങ്ങളെടുത്തിരിക്കുന്ന റൂമിലേക്ക് പോവുക എന്നാണ്. കാരണം ഇനി ഉച്ച കഴിഞ്ഞ് ഭയങ്കര മഴയാണെന്ന് തോന്നുന്നു. ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് ഇനി വേറെ സ്ഥലങ്ങളൊന്നും കാണാൻ പോകാനുള്ള സമയമില്ല. പിള്ളേരൊക്കെ മടുത്തു, അതാണ് മെയിൻ കാരണം. അങ്ങനെ പക്ഷേ കണ്ടത് അടിപൊളിയൊരു സ്ഥലമായതുകൊണ്ട് ഞങ്ങൾക്ക് റിഗ്രറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. കൊള്ളാം, നല്ല സ്ഥലം, വീണ്ടും ഒരിക്കൽ ഇങ്ങോട്ട് വരാം എന്ന് മനസ്സിൽ കരുതി ഞങ്ങൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നു. അങ്ങനെ ഞങ്ങൾ പതിയെ പാർക്കിംഗ് ലക്ഷ്യമാക്കി നടക്കുകയാണ്. വന്നപ്പോഴത്തെ ആ ഒരാൾക്കൂട്ടം ഇപ്പോൾ കാണാനില്ല. എല്ലാവരും മഴ ഉള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു തിരിച്ച് വീട്ടിലോട്ട് പോകാനുള്ള തിരക്കുകളിലാണെന്ന് തോന്നുന്നു. ഇങ്ങോട്ട് വരുന്നവരാരും അധികം കാണാനില്ല. അങ്ങോട്ട് തിരിച്ചു പോകുന്ന ആൾക്കാരെയാണ് നമ്മൾ കൂടുതലും കാണുന്നത്. മഴ തന്നെയാണ് അതിൻ്റെ കാരണമെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിവേ, താങ്ക്സ് ടു ലാൻഡ്സെൻഡ്, താങ്ക്സ് ടു മൈ ഫ്രണ്ട്സ്. അവർ എല്ലാവരും എനിക്ക് ഇങ്ങനെ വീഡിയോ എടുക്കാൻ ഉള്ളൊരു അവസരം ഒരുക്കി തന്നതിന് അവർക്കും നന്ദി. അതുപോലെ ഇത്രയും നേരം എന്നെ ഇങ്ങനെ വീഡിയോ കണ്ടിരുന്ന നിങ്ങളെല്ലാവർക്കും നന്ദി. നിങ്ങളെല്ലാവരും ആദ്യമായാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നത് അല്ലെങ്കിൽ എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്നോട് പറയണം. നിങ്ങളുടെ യാത്രാ അനുഭവങ്ങളെക്കുറിച്ചുള്ള കമൻറ്റുകൾ എന്നെ ഈ വീഡിയോയുടെ താഴെ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ. സെബാസ്റ്റ്യൻ സൈനിങ് ഓഫ്.